എവല്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഉറപ്പാണ് ഇതിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ എന്താണ് ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഒരു പോപ്പുലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള അലീലിക് ഫ്രീക്വൻസികളുടെ സം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും എന്നതിനെയാണ് നമ്മൾ ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. ദ അലീലിക് ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അതായത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? p² പ്ലസ് 2pq പ്ലസ് q² is equal to 1. ഇതിനെയാണ് നമ്മൾ ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇക്വിലിബ്രിയത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. അതിന് നമ്മൾ പ്രധാനമായിട്ടും 5 ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഒന്ന് ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ, രണ്ടാമത്തേത് ജനറ്റിക് ഡ്രിഫ്റ്റ്, മൂന്നാമത്തേത് മ്യൂട്ടേഷൻ, അടുത്തത് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഏറ്റവും അവസാനത്തേത് ജനറ്റിക് റീകോമ്പിനേഷൻ. സോ എന്താണ് ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരുപാട് മലയാളികൾ പതുക്കെ ഇവിടുന്ന് ഗൾഫിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ബംഗാളിൽ നിന്നുള്ളവരൊക്കെ ഇങ്ങോട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അതിഥി തൊഴിലാളികൾ അവരിങ്ങോട്ട് വരുന്നുണ്ട്. സോ ഇവിടെ വന്ന് അവർ മലയാളികളായിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ ജീവിക്കുന്ന ഒരു കാലത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജനറ്റിക് പൂളിലേക്ക്, നമ്മുടെ ജീനോമിലേക്ക്, മലയാളികളുടെ ജീനോമിലേക്ക് മറ്റ് വേറെയുള്ള ജീനുകൾ വന്ന് ചേരുകയാണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജനറ്റിക് ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആകും. ഇതാണ് ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു കൂട്ടം ആൾക്കാർ ഇവിടം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നിന്നും കുറച്ച് പൊക്കം കുറഞ്ഞ കുറച്ച് ആൾക്കാർ മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ അവർ ജീവിക്കുന്നു, നമ്മുടെ അത്ഭുത ദ്വീപ് സിനിമ പോലെ. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവിടെ പുതിയൊരു പോപ്പുലേഷൻ ഉണ്ടായി വരും. അവിടെ ആദ്യം പോയ പോപ്പുലേഷനെ നമ്മൾ ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അവരാണ് അവിടുത്തെ ഫുൾ ജനറ്റിക് പൂളിൻ്റെയും ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ പെട്ടെന്നൊരു ജനറ്റിക് ഡ്രിഫ്റ്റ് സംഭവിക്കുമ്പോൾ അതിന് പെട്ടെന്നൊരു സഡൻ ചേഞ്ച് നടക്കുന്നതിനാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ജനറ്റിക് റീകോമ്പിനേഷൻ, നമ്മുടെ ക്രോസിംഗ് ഓവർ ഫിനോമിന, നമ്മുടെ ക്രോമസോംസ് പരസ്പരം ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പുതിയ തരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മ്യൂട്ടേഷൻ, പറയാൻ കൂടി പറ്റത്തില്ല എങ്ങനെയായിരിക്കും ചേഞ്ചസ് വരിക എന്നുള്ളത്. അതും നമ്മുടെ ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യാം. ഏറ്റവും അവസാനം നാച്ചുറൽ സെലക്ഷൻ പ്രോസസ്സ് വഴിയും ഈ പറയുന്ന ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ആവാറുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് വളരെ ഈസി ആയിട്ട് പഠിച്ചു തീർത്തു. എന്താണ് നമ്മുടെ ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം? അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ്. ഉറപ്പാണ് എക്സാമിന് വരും, ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങും.